ബാർക്കോഴ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പാർട്ടി വിട്ടവരാണെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവന വില കുറഞ്ഞതും നിലവാരമില്ലാത്തതുമാണെന്ന് ഫ്രാൻസിസ് ജോർജ്. എത്രകാലം മന്ത്രിയായി എന്നതിലല്ല കാര്യമെന്നും എന്തു ചെയ്തുവെന്ന് ജനം വിലയിരുത്തുമെന്നും കെ എം മാണിക്ക് ഒളിയമ്പെയ്ത് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആദ്യ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയൊരു കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിറവിക്ക് വീണ്ടും കോട്ടയം പട്ടണം സാക്ഷ്യം വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് നയിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആദ്യ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോട്ടയം മാമൻമപ്പിള ഹാളിലാണ് ചേർന്നത്. കെ എം മാണിക്കെതിരെ വലിയ കടന്നാക്രമണങ്ങളില്ലാതെയായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ പ്രസംഗം. ബാർക്കോഴ കേസിൽ പാർട്ടി വിട്ടവർ ഗൂഢാലോചന നടത്തിയെന്ന ജോസ് കെ മാണിയുടെ പ്രതികരണം എന്നാൽ ഫ്രാൻസിസ് ജോർജിനെ ചൊടിപ്പിച്ചു. നിലവാരമില്ലാത്ത പ്രസ്താവനകളാണെന്നും വില കുറഞ്ഞ ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. വില കുറഞ്ഞ നിലപാടുകളോ പ്രചരണങ്ങളോ നടത്തുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ആരാണ് സ്ഥാനം നോക്കി സ്ഥാനമാനങ്ങൾ നോക്കി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എത്രകാലം മന്ത്രിയായി എന്നതല്ല, അത്രയും നാൾ എന്തു ചെയ്തുവെന്ന് ജനം വിലയിരുത്തുമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടാകില്ലെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. അരനൂറ്റാണ്ടുകാലം MLA ആയി, അതിൽ പകുതിക്കാലം മന്ത്രിയായി എന്നൊക്കെ വീമ്പ് പറയുകയും മേനി പറയുകയും ചെയ്യുന്നതിൽ പ്രിയമുള്ളവർ എന്തർത്ഥമാണുള്ളത്? എന്തെങ്കിലും നല്ലത് ചെയ്യാനാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം മന്ത്രിയായിരുന്നാൽ മതി. ബാർക്കോഴ ഗൂഢാലോചന സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് കെ എം മാണി പുറത്തുവിടുന്നില്ലെന്നും അതിൽ പാർട്ടി വിട്ടുപോയവരുടെ പേരുണ്ടെങ്കിൽ തുറന്നു പറയാത്തതെന്തെന്നും സമ്മേളനത്തിൽ സംസാരിച്ച ഡോക്ടർ KC ജോസഫ് ചോദിച്ചു. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഗൂഢാലോചന പിന്നിൽ ആരാണ് എന്നറിയാമെങ്കിൽ എന്തിനു വേണ്ടി അത് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കണം? അധികാര സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപം കൊണ്ടത്. ഏകാധിപത്യ പ്രവണതകൾ ഉണ്ടാകാതെ കർഷക സൌഹൃദ മതേതര പാർട്ടിയായി ഇടതുമുന്നണിക്കൊപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രവർത്തിക്കുമെന്ന രാഷ്ട്രീയ പ്രമേയം ആന്റണി രാജു അവതരിപ്പിച്ചു. മുൻ MP വക്കച്ചൻ മറ്റത്തിൽ, മുൻ MLA മാരായ KJ ചാക്കോ, PC ജോസഫ്, മാത്യു സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം.